വളരെ മനോഹരമായ ക്രിസാന്തമം ഫ്ലവറിൻ്റെ മോഡലാണിത്. അപ്പോൾ ഇത് വെറും പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പേപ്പറാണ്, കളർ പേപ്പറുകൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കളർ പേപ്പർ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത ശേഷം വീണ്ടും ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. ഇത് എതളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എതള് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു എതളിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിലേക്ക് ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ടും കട്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി എതൾ ഇതേപോലെ ചുരുട്ടിയെടുക്കണം. അപ്പം നമുക്ക് കുറേ എതൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ കളറിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പല കളറിലുള്ള എതൾ ഉണ്ടാക്കണം. പല ഷെയ്ഡാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് എതൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞ, ഓറഞ്ച്, അതേപോലെ കുറച്ചുകൂടെ ഡാർക്ക് ഓറഞ്ച്. അപ്പോൾ ഇത്രയും കളറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ വടിയെടുക്കണം, കമ്പ്, പിന്നെ നമ്മളെ ഈർക്കിൽ ഇങ്ങനെ പച്ച ഷീറ്റ് ചുറ്റിയെടുക്കുക, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് ബോൾ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് തെർമോക്കോളിൻ്റെ വലിയ ബോൾ വാങ്ങാൻ കിട്ടും. ഈ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ബോൾ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ ചുറ്റി ഇതേപോലെ ഒരു ബോൾ ആക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്കിതൊന്ന് ഒരു കമ്പി വെച്ച് കെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊരു ബോളാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെറ്റൽസൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും മേൽവശത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മേലെ ഇതേപോലെ റൗണ്ട് ചെറിയ പേപ്പർ ഒട്ടിക്കണം. ഇനി നമുക്ക് ഈ എതളുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ലൈറ്റ് കളർ എതളാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞ ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ള എതളുകൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള പേപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഷെയ്ഡ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റും മഞ്ഞ എതൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ലൈറ്റ് ഓറഞ്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലൈറ്റ് ഓറഞ്ച് ഒട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡാർക്ക് ഓറഞ്ചും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഇല ഉണ്ടാക്കാം. അതിനുവേണ്ടി പച്ച പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നീളത്തിലുള്ള ഇലയുടെ ആകൃതിയിൽ വെട്ടിയെടുക്കണം.
അതിനുശേഷം ആദ്യം നമ്മൾ എതളിൻ്റെ അറ്റം കട്ട് ചെയ്തതുപോലെ ഈ ഇലയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ വരകൾ പോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇലയും നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത്രയും ഇല കിട്ടി. ഇനി ഇത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ക്രിസാന്തമം ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഫ്ലവർ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി ക്രാഫ്റ്റുകളുമായിട്ട് ഇനി നമുക്ക് കാണാം.